ഇനി ഒരിക്കലും സേതുവിനെ വന്ന് കാണുകയോ സംസാരിക്കുകയോ ഇല്ലെന്ന് ഞാൻ സേതുവിന്റെ അച്ഛന് വാക്ക് കൊടുത്തിരുന്നു. അത് തെറ്റിക്കേണ്ടി വന്നതിൽ കുറ്റബോധമുണ്ട്. പക്ഷെ എനിക്ക് പറയാതെ വയ്യ. സേതു വീട്ടിൽ വരണം, എന്നിട്ട് അശ്വതിയെ കൂട്ടിക്കൊണ്ടുപോകണം. സേതു വിളിച്ച അവള് വരും. തന്റെ അനിയത്തി ഒരു അനാഥനെ വിട്ടുകൊടുക്കാനുള്ള വിശാല മനസ്കത. സേതുവിന് അശ്വതി അല്ലാതെ മറ്റൊരാശ്രയമില്ലാന്ന് അല്ലേ? പഴയ കാമുകന് ഇനി ഇതിലേറെ എന്ത് സൗജന്യം വെച്ച് നേടാനാകും? സേതു ഇപ്പൊ കുടിച്ചിട്ടുണ്ട്. ഈ അവസ്ഥയിൽ എനിക്ക് സേതുവിനോട് സംസാരിക്കണ്ട. അതെ, സേതു കുടിക്കും, ഇനിയും കുടിക്കും. എന്നെ ആരും ഉപദേശിക്കാൻ നിൽക്കണ്ട. പൊക്കോ, ഞാൻ കുടിക്കും. കബളിപ്പിക്കുക. അതെ, അക്ഷരാർത്ഥത്തിൽ അത് തന്നെ ഉണ്ടായത്. അയാൾ വരച്ച വരെ കൂടി നമ്മൾ പോവില്ലെന്ന് മനസ്സിലായി കാണും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡിമാൻഡ് വെക്കൂ? രാജുവേട്ട, ഇതിലെന്തോ ചതിയുണ്ട്, അത് ഉറപ്പാ. അല്ലാതെ പിന്നെ അയാൾ പറയുന്ന ആൾക്ക് നമ്മൾ വീട് വിൽക്കണം, പകരം ഒരു അഗ്രിമെന്റ്. ഉടമസ്ഥന് ഇഷ്ടം തോന്നുമ്പോ ഒരു റൂം ഒഴിഞ്ഞു കൊടുക്കണം, ഒരു പേയിങ് ഗസ്റ്റ് പോലെ. കാര്യങ്ങളെല്ലാം അതീവ രഹസ്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു 5 അക്ക ശമ്പളം കിട്ടുന്ന ഒരു ജോലി. എന്തിനാ അയാൾ നമുക്ക് വേണ്ടി ഇത്രയൊക്കെ സഫർ ചെയ്യുന്നത്? എന്തായിരിക്കും ദയാനന്ദന്റെ എയിം? രാജീവേട്ടൻ തന്നെ. മായച്ചെ നമ്മളിൽ നിന്ന് അകറ്റണം. നമ്മുടെ ഈ നിസ്സഹായ അവസ്ഥ മുതലെടുത്ത് ഈ വീട് സ്വന്തമാക്കണം. എന്നിട്ട് ഏറിയാൽ 2 ദിവസം കൊണ്ട് നമ്മളെ ചവിട്ടി പുറത്താക്കണം. അതാ അയാളുടെ ഉദ്ദേശം. അതറിയാവുന്നത് കൊണ്ട് തന്നെയാ അയാൾ കാല് പിടിക്കുന്നത് പോലെ പറഞ്ഞിട്ടും ഞാൻ സമ്മതം കൊടുക്കാതിരുന്നത്. പിന്നെ ഇന്ന് പുതിയൊരു ബോംബ് പൊട്ടിച്ചു. ബോംബോ? നമ്മുടെ സേതു അനാഥനാണെന്ന്. അനാഥനോ? സേതു കേണലിന്റെ മകനല്ലെന്നും അവനെ ഓർഫനേജിൽ നിന്ന് ദത്തെടുത്തതാണെന്നും അവരൊരു അനിയത്തിയുണ്ടെന്നൊക്കെ ഒരു ഫുൾ ബയോഡേറ്റ. സത്യമാണോ രാജുവേട്ടൻ ഈ പറയുന്നേ? വിശ്വസിപ്പിക്കുന്ന രീതിയിൽ പറയാൻ ദയാനന്ദൻ അമ്മാവനെ ആരും പഠിപ്പിക്കണ്ടല്ലോ. ഈശ്വര, എന്റെ അശ്വതിക്കുട്ടി. നീ വിഷമിക്കാതിരിക്കെ. ഓലപ്പാമ്പനെ കട്ടി പേടിപ്പിക്കുന്നവനാ ദയാനന്ദൻ. എന്തെങ്കിലും സത്യമില്ലാതെ അയാൾ ഇങ്ങനെ ഒരു കളവ് പറയൂ? രാജുവേട്ട, നമുക്കൊന്ന് അവിടെ വരെ പോയാലോ? നീ വിഷമിക്കാതിരിക്കെ. അതിലൊന്നും യാതൊരു യാഥാർത്ഥ്യം ഉണ്ടാവില്ല. ഇതെല്ലാം ദയാനന്ദന്റെ കുതന്ത്രങ്ങളാവും. അങ്ങനെ നമുക്ക് വിശ്വസിക്കാം. ആരാ? മനസ്സിലായില്ല. പറയാം. ഞാൻ പറയുന്ന കഥകൾ കേൾക്കാൻ എല്ലാവരും ഉള്ളത് നല്ലതാ. എനിക്കങ്ങട്ട് മനസ്സിലായില്ല. മനസ്സിലാക്കി തരാൻ ചെറിയച്ച. ഈ രൂപത്തിലും ആകൃതിയിലും ഒരു ഫ്രോഡ് ലുക്ക് ഇല്ലേ ഗായത്രി? ഡയാന. ആ, ഇരിക്കണം. രാജുവേട്ടൻ പറയാറുണ്ട്. എന്നെ കുറിച്ചോ? അതെ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്റെ കോള് കണ്ടാൽ തന്നെ രാജീവ് കട്ട് ചെയ്യാണല്ലോ പതിവ്. അല്ല, കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു. പക്ഷെ ഔട്ട് ഓഫ് റേഞ്ച് ആയിരുന്നു. ആരാ മോളെ? ഫ്രണ്ടാണോ? അതെ. എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കേ. ആ, പോകാൻ വരട്ടെ. ഇത് ക്യാഷ് ചെക്കാ. നിങ്ങൾക്ക് ഇപ്പോഴുള്ള പണത്തിന്റെ ബുദ്ധിമുട്ട് തീർക്കാൻ ഇത് മതിയാവും. ബാങ്കിൽ ഞാൻ പോയിരുന്നു. കുടിശ്ശികയും മുതലും എല്ലാം കൂടെ കൂട്ടിയപ്പോ എനിക്ക് ഈ വീട് വാങ്ങിക്കുന്നത് നഷ്ട. അതുകൊണ്ട് ഞാൻ ചില ഡിമാൻഡുകൾ വെക്കും. അതിന് തയ്യാറാണെങ്കിൽ മാത്രം നമുക്കിത് ഫോർവേഡ് ചെയ്യാം. കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ മുല്ലത്തറ വീട് വിലയ്ക്ക് വാങ്ങിക്കാൻ വന്നവളാ ഞാൻ. മോളെ,
നീ ഏതാ? ഞാൻ ആരാ എന്താന്നൊക്കെ എഗ്രിമെന്റിലുണ്ടാവും. ഞങ്ങൾക്ക് ഈ വീട് വിൽക്കാൻ ഇഷ്ടമില്ലെങ്കിലും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. ഇത്രയും നഷ്ടം സഹിച്ച് എന്നെപ്പോലൊരു വിഡ്ഢി ഈ വീട് വാങ്ങാൻ വരുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ ഈ വീട് വാങ്ങിക്കുന്നതിലും ബാങ്കുകാർ ജപ്തി ചെയ്ത് കൊണ്ടുപോകുന്നതും തമ്മിൽ എന്ത് വ്യത്യാസം ഞങ്ങൾക്കുള്ളത്? രണ്ടായാലും ഞങ്ങൾ തെരുവിലിറങ്ങിയേ പറ്റൂ. യെസ്, ഈ ഒരു ചോദ്യത്തിന് വേണ്ടിയാ ഞാൻ വെയിറ്റ് ചെയ്തത്. ഞാൻ വീട് വാങ്ങിക്കുന്നു. നിങ്ങൾ വീട് എന്റെ പേരിൽ എഴുതി തരുന്നു. 1 വർഷത്തെ എഗ്രിമെന്റ് ഞാൻ തരും. അതുവരെ നിങ്ങൾക്ക് ഈ വീട്ടിൽ തുടരാം. അതിനു മുമ്പ് യാതൊരു കാരണവശാലും ഞാൻ നിങ്ങളെ പുറത്താക്കില്ല. അതിനും പൂർണ്ണമായ എഗ്രിമെന്റ് ഉണ്ടാവും. നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏത് അഡ്വക്കേറ്റിനെ വേണമെങ്കിലും അതിനായി നിർദ്ദേശിക്കാം. 1 വർഷം. അത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരും. അതിനു മുമ്പ് ക്യാഷ് റെഡിയായ നിങ്ങൾക്കിത് തിരിച്ചു വാങ്ങാം. നൽകാൻ ഞാൻ തയ്യാറുമാണ്. എന്താ, എന്റെ ഡിമാൻഡുകൾ അംഗീകരിക്കാൻ തയ്യാറാണോ? രാജീവ് വന്നിട്ട് അതിനൊന്നും എനിക്ക് സമയം ഉണ്ടാവില്ല. അവകാശി ഇരട്ടത്തമ്മയും കാരണവരും ഞാനും ആണെങ്കിലും അവൻ വരണം. അവനായി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അയാൾക്കിതിൽ താല്പര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരിക്കൽ ഇത് പറയാൻ വന്ന എന്നെ ഗെറ്റോട്ട് അടിച്ചതാ രാജീവൻ. അത് പിന്നെ ആളറിയാതെ. സോറി, ഒരാൾക്ക് വേണ്ടിയും വെയിറ്റ് ചെയ്യാൻ എനിക്കിനി സമയമില്ല. നിങ്ങൾ വീണ്ടും വന്നോ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഞാൻ ആരാണെന്നും എന്താ ഉദ്ദേശമെന്നും ഞാൻ നിങ്ങളുടെ വീട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞു. തീരുമാനം എടുക്കേണ്ടത് രാജീവാണെന്ന് അവര് പറയുന്നു. ആ തീരുമാനം അറിഞ്ഞാ എനിക്ക് പോകായിരുന്നു. എന്ത് തീരുമാനം? രാജീവേട്ട, ഒന്നിങ്ങോട്ട് വന്നേ. വാ. ഞങ്ങൾക്കൊക്കെ സമ്മത. എല്ലാവർക്കും സമ്മതമാണെങ്കിൽ പിന്നെ ഞാനായിട്ട് എന്തിനാ? സമ്മതമാണ്. ഓക്കെ, ഇത്രയും കേട്ടാ മതി. അപ്പോ ഞാൻ ഇറങ്ങുന്നു. ജപ്തിക്കിനി 2 ദിവസം കൂടി കഴിയണ്ടേ? അതായത് 3-ാം ദിവസം. അതിനിടയ്ക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാക്കിക്കോളൂ. ക്യാഷ് ഞാൻ ബാങ്കിൽ അടച്ചോളാം. ചുമ്മാ വിശ്വാസം ഇല്ലാത്തോണ്ടാ. മനുഷ്യന്റെ കാര്യല്ലേ, ക്യാഷ് കൈ കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴാ സ്വഭാവം മാറാന്ന് അറിയില്ലല്ലോ. ശരി. നിനക്ക് ഡയാന എന്നൊരു ഫ്രണ്ട് ഉണ്ടോ? ഡയാനയോ? ഏത് ഡയാന? അല്ല, രാജീവനെ സഹായിക്കാമെന്നേറ്റ് ഒരു പുതിയ അവതാരം ലാൻഡ് ചെയ്തിട്ടുണ്ട്. ജപ്തി നടക്കാൻ പോകുന്ന ആ വീട് വിലക്കെടുത്താൽ ഒരു ലാഭമില്ലെന്ന് അറിഞ്ഞിട്ടും അങ്ങനെ ഒരു വിശാല മനസ്സ് കാണിക്കാൻ മാത്രം അവൾ ആരായിരിക്കും? രാജീവിന്റെ വീട് വിലക്കെടുക്കാൻ ആള് വന്നോ? അങ്ങനെ ഒരു ന്യൂസ് ഞാൻ അറിഞ്ഞു. അവസാന നിമിഷങ്ങളിൽ അവൻ ആരാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സഹായിക്കുന്നേ? അല്ല, അറിയണ്ടേ? അതെനിക്കാണോ അറിയുന്നത്? കൊറേയൊക്കെ നീ അറിയും. പണ്ട് ഹോസ്പിറ്റൽ ബില്ല് സെറ്റിൽ ചെയ്തത് നീയാണെന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് ചോദിച്ചു പോയതാ. എന്നെ സംശയിക്കോ കൊല്ലോ എന്ത് വേണമെങ്കിലും ചെയ്യും. ആ പാവത്തിനെങ്കിലും ഒന്ന് വെറുതെ വിട്. ആരാണ് പാവമെന്ന് നമുക്ക് പിന്നീട് തീരുമാനിക്കാം. അതിനുമുമ്പ് എന്റെ കയ്യിലൊരു തുറപ്പിച്ചിട്ടില്ലേ, അത് വച്ച് നമുക്ക് മായാദേവിയുടെയും സേതുമാധവന്റെയും കാമലീലകളുടെ കഥ മെനയണ്ടേ? പാവം ആ ഭാനുമതി അമ്മ ഇത് അറിയുമ്പോ ഭഗവാനെ അവർക്കിത് താങ്ങാനുള്ള ശക്തി കൊടുക്കണേ. അവനിവിടെ ഉണ്ടോ? ആര്? ഇന്ദുചൂടനോ? അതെ. അവന് ഓഫീസിൽ പോയല്ലോ. ഏട്ടൻ എന്തിനാ അവനെ ഇങ്ങനെ പേടിക്കുന്നേ? പേടിച്ചിട്ടൊന്നുമല്ല, നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന കേട്ടിട്ട് അവന് വല്ല സംശയം ഉണ്ടായാലോ എന്ന് കരുതിയിട്ടാ. ഓ, അവനിപ്പൊ നമ്മളെ ഒരു സംശയവുമില്ല.
മാത്രമല്ല ഞാനെന്ന് വെച്ചാ അവന് ജീവനാ. ആ ഇത് തന്നെയാ പെങ്ങളെ ഏറ്റവും ഉചിതമായ സമയം. ആ പിന്നെ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് മറ്റൊരു അത്യാവശ്യ കാര്യം പറയാനാ. കുറച്ച് കാശ് വേണം. കാശോ? മുല്ലമുറ്റം വീട് അന്യാധീനപ്പെട്ടു പോകരുതല്ലോ. എന്റെ സഹായമേ രാജീവിന് വേണ്ടാതുള്ളൂ. മറ്റു ചിലരുടേത് ആവശ്യമാണ് താനും. ഒരു തൊഴിൽ കൊടുക്കാന്ന് പറഞ്ഞു നോക്കി. അപ്പോ പട്ടിണി കിടന്നാലും പാലിക്കരക്കാരുടെ ഔദാര്യം വേണ്ടെന്ന്. അപ്പോ പിന്നെ